ഡെവലപ്മെന്റ് ഓഫ് സർഫസ് അതിന്റെ ഡൗട്ട് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഇപ്പോഴും ഡൗട്ട് മാറിയിട്ടില്ല. ഹലോ, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ. ആരെങ്കിലും ഒരാൾ സംസാരിച്ചാലും മതി. എല്ലാവർക്കും ഉള്ള ഡൗട്ടൊക്കെ തന്നെ ആയിരിക്കും ഒരാൾ. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഡൗട്ട് മാറിയിട്ടില്ല. ഇല്ല സാറേ. അപ്പൊ ഞാൻ ആദ്യം ബക്കറ്റിന്റെ കാര്യമാണ് പറയാൻ പോണം. 240 സ്ക്രീൻ ഷെയർ. സ്ക്രീൻ ഷെയർ ചെയ്തല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ എടാ ഹരിഗോവിന്ദ് രഞ്ജിത്ത് ഉണ്ടോ? ഹരിഗോവിന്ദ് കെ രഞ്ജിത്ത്. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് നമുക്ക് ഇങ്ങനത്തെ ഒരു പടം ഒരിക്കലും തരാം. ഇതിനെ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കോണിക്കൽ സൈസ്. നമ്മൾ കപ്പലിന്റെ ഒക്കെ പൊതിയാൻ എടുക്കണ ആ ഷേപ്പ് പോലെ. ആ പേപ്പർ നിവർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഷീറ്റ് ആയിരിക്കും കിട്ടുക. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ആ കോണിക്കൽ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ നിവർത്തുകയാണെങ്കിൽ കിട്ടുന്ന ഷേപ്പാണ് നമ്മൾ ഡെവലപ്മെന്റ് ആക്ച്വൽ ആയിട്ട് പറയാ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബക്കറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് പറയാൻ പോണം. കേക്കണ്ടല്ലോ. ബക്കറ്റിന്റെ മുകളിലത്തെ ഭാഗം 240, താഴത്തെ ഭാഗം 160. 160ന്റെ ഒരു സിലിണ്ടർ ആണ് താഴത്തെ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാന്ന് വെച്ചാൽ കിട്ടിയ ഡ്രോയിങ് അതുപോലെ തന്നെ വരയ്ക്കുക. പടത്തിലേക്ക് അതേപോലെ തന്നെ 240. അടുത്തത് ബക്കറ്റിന്റെ ഹൈറ്റ് 200. അടിയില് 160 അല്ലേ? ബക്കറ്റ് യോജിപ്പിച്ച്. ഇപ്പൊ ഡ്രോയിങ് ഷീറ്റിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കുക. സ്കെയിൽ ഇതിന്റെ കേസിൽ നിങ്ങൾ ഒരു 1/5 1/6 ഒക്കെ എടുക്കുക. എല്ലാ ഡയമെൻഷനൊക്കെ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ചെറുതായിരിക്കും, അല്ലെങ്കിൽ വളരെ വലിയ ഡ്രോയിങ് ആയിരിക്കും. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് നീട്ടി ഒരു ലൈൻ വരയ്ക്കുക. എന്തുമാത്രം താഴ്ത്താവും, ഇത്രയും നീട്ടണ്ട, ഞാൻ നീട്ടിയെന്നേ ഉള്ളൂ. പിന്നെ പടത്തിന് പേര് കൊടുക്കാൻ ശീലിക്കുക. ഈ എല്ലാ പോയിന്റുകൾക്കും ഇവിടെ എ ബി സി ഡി അങ്ങനെ എന്തെങ്കിലും റാൻഡം പേരുകൾ കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പേര് കൊടുക്കണം. അടുത്തത് ഈ ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലൽ ആയിട്ട്, ഈ ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ച് കഴിയുമ്പോൾ നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ലൈനിൽ ഇത് മുട്ടും. അടുത്തത് ഞാൻ ആ പോയിന്റ് ഇതിൽ വലുതാക്കി ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. ഈ സെന്റർ പോയിന്റിനെ ഞാൻ ഓന്ന് കൊടുത്ത് ഈ പോയിന്റിന് ഒരു ഡി എന്ന് കൊടുത്ത്. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സർഫസിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോ
ഇത്ര എഴുതി. ഇനി നമ്മൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷീറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർഫസ്, ഈ ഔട്ടർ സർഫസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് അറിയാം. ഇപ്പൊ ഈ ഇവിടെ നിന്ന് ഈ ഡിയിൽ കുത്തിയിട്ട് എ വെച്ചിട്ട് ഒരു ആർക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ അതിന് പകരം സർക്കിളാണ് കട്ട് ചെയ്തത്. ഇതായിരിക്കും ഇതിന്റെ ഫസ്റ്റ് സർഫസ്. രണ്ടാമത്തത് ഡിയിൽ കുത്തിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതണ്ട, ഇങ്ങനത്തെ ഒരു സർഫസിൽ നിന്ന് നിങ്ങൾ ഒരു പീസ് കട്ട് ചെയ്ത് റൗണ്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുനിയിലാവും. അപ്പൊ നമുക്ക് ഇവിടെ എവിടെ നിന്ന് ഈ പേപ്പർ കട്ടിങ് അവസാനിക്കണം, ഇങ്ങനത്തെ ഒരു പേപ്പറിന്റെ കട്ടിങ് ഇവിടെ വേണോ എന്ന് തീരുമാനിക്കണത് ഈ സർഫസ് തൊട്ട് ഈ ലൈൻ വരെയുള്ള ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നിടത്ത് ഇതിന്റെ പരിപാടി കഴിയാണ്. അപ്പൊ ആ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തീറ്റ എന്നാണ്, അതിന് പകരം ഞാൻ ഓന്നിടുകയാണ്. സീക്കൽ ടു കണ്ടോനം വലുതായി പോലെ അല്ല, ആംഗിൾ എന്ന് എഴുതാം. ആംഗിൾ ഇസ് ഈക്വൽ ടു OA divided by DA into 360. അപ്പൊ ഞാൻ ഇനി ഈ ഡയമെൻഷൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കിട്ടണ്ടോന്ന് അറിയാം. ഞാനിവിടെ ചെയ്ത് നോക്കാം. ഈ ഡിസ്റ്റൻസ് 120 കണ്ടായിരുന്നല്ല, 120. അടുത്തത് അത് 611. കുറച്ചൊരു ആക്സെപ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഗൂഗിൾ മീറ്റില്. ഇത് 120ഉം ഇത് 611 എനിക്ക് കിട്ടിയേക്കണം. അപ്പൊ നമ്മളൊന്ന് ചെയ്ത് നോക്കിയേ. .70 കിട്ടില്ലേ? കിട്ടിയോ? അപ്പൊ ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിള്. അരവിന്ദ് മനോജ് ഒക്കെ ഉണ്ടോടാ? അരവിന്ദ് മനോജ്, അഭിലാഷ് ഉർമീസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഇതിനു മുമ്പ് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞത്. എന്നാലും നിങ്ങള്
മനസ്സിലായോ? സംശയ ആ സംശയലേശം തന്നെ മനസ്സിലായോ? ഇനിയും പറയും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ആംഗിൾ കിട്ടി. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് ആ ആംഗിൾ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക 70 ഡിഗ്രി. അത് ഞാനിപ്പോ അളക്കണമൊന്നുമില്ല, ഞാൻ വെറുതെ വരയ്ക്കാൻ പോണേണ്. ഈ ചരിഞ്ഞ ലൈനിൽ നിന്ന് 70 ഡിഗ്രി എവിടെ വരുന്നു ആ 70 ഡിഗ്രിക്ക് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ ലൈൻ ആദ്യം വരച്ചിട്ട് വേണം ആർക്കുകൾ വരയ്ക്കാൻ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഡൗട്ട് മാറിയോ? ഈ പോർഷൻ, ഈ പേപ്പർ കണ്ടോ? ഈ പേപ്പർ ഇവിടം തൊട്ട് കണ്ടോ, ഇവിടം തൊട്ട് ഇത്രയുള്ള ഒരു പേപ്പർ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബക്കറ്റിന്റെ സർഫസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇതിന്റെ അടിയിൽ ഒരു റിബ് ഉണ്ട്. എത്ര? 30 mm ഹൈറ്റ് ഉള്ള റിബ്. അത് വളരെ സിമ്പിൾ ആണ്. ഈ ഇതിനടിയിൽ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ സിലിണ്ടറിന്റെ ഡയമീറ്റർ എത്രയാണ്, അപ്പൊ ആ ഡയമീറ്റർ നോക്കിയിട്ട് നമ്മൾ ശരിക്കും ഇവിടെ വരച്ചാലും മതി. ഞാൻ ഇങ്ങോട്ട് നീക്കി വരക്കണാണ്. വരച്ചാലും ഇവിടെ വരച്ചാലും പറഞ്ഞു പഠിച്ചോണ്ടിരിക്കണല്ലേ. കുറച്ച് കണ്ടുതരാം. 4 മണി 9. ആരും ഇല്ലല്ലോടാ, ആരുമില്ല. അപ്പൊ ഞാൻ 30 mm ഒരു ലൈൻ വരച്ച്. ഇനി ഇത് കണ്ടോ, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാണ്. പൈ ഇൻറ്റു 120. നമുക്ക് അടിയിലത്തെ സർഫസ് ആണ് നമുക്ക്. അപ്പൊ പൈ ഇൻറ്റു 120 എത്രയാണ്? 3.14 ഇൻറ്റു 120 അല്ലേ? 160 സോറി. 160 എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ 3 ഇരട്ടി 502. പക്ഷെ ആ മൗസ് വെച്ച് ഇത് വരയ്ക്കാൻ പറ്റില്ല. ഒന്ന് നോക്കി പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പിള്ളേരൊക്കെ മോളിൽ ചേച്ചി തന്നെയില്ലേ? എന്നാ മൗസ് മറ്റേ മൗസ് ഒരു മിനിറ്റ് കണ്ടല്ലോ. ഡൗട്ട് തീർന്നില്ലേ? എടാ ഇനി പറയണത് ഇനി പറയണോ? അഭിലാഷ് ഉർമീസ്, ഈ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാല് ചെയ്തോളൂല്ലോ. അപ്പൊ ഞാൻ അടുത്ത ഡെവലപ്മെന്റ് ഞാൻ സംസാരിച്ചിട്ട് പോവാണ്. അത് ഇനി അതിന്റെ കാര്യം ഇനിയും പറഞ്ഞു നമ്മൾ ഇതിന് ഈ രണ്ടാമത്തെ പടത്തിൽ ഒരു പ്രശ്നമുള്ളതുണ്ട്. ഇതൊരു ചെറിയ ഐസോമെട്രിക് വ്യൂ ആയിട്ട് തന്നിരിക്കുന്നത് കണ്ട. ഇതിന്റെ ഈ സർഫസ് കാണത്തക്ക രീതിയിലുള്ള ഡ്രോയിങ് ആണ് തന്നേക്കണത്. അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം ഒന്ന് വരയ്ക്കാം. നമുക്കിപ്പോ 80 തന്നിട്ടുണ്ട്. അപ്പോ നമ്മളത് കിട്ടിയേക്കണതിൽ അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. 80
ടോട്ടൽ ഹൈറ്റ് എത്രയാ? ടോട്ടല് 150 അല്ലെ? ടോട്ടല് 150. ഇതിന് സെന്ററിൽ നിന്ന് ഞാനൊരു ലൈൻ ശരിക്കും 150 സെന്ററിൽ നിന്ന് വരച്ചാൽ മതിയായിരുന്നു. ഞാനത് 150. അടുത്തത് നമ്മൾ അടിയിലത്തെ സെക്ഷൻ എത്ര? അടിയിലത്തെ ഡയമീറ്റർ 30 mm ഡയുള്ള ഒരു ചെറിയ പൈപ്പാ കണ്ടോ? അതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും 60 ആണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ 30 mm ഡയമീറ്ററിന് ഞാൻ 15 പകരം 30 ഇത് കൊടുത്തു, 60 കൊടുത്തു. അതിങ്ങനെ വലുതായി പോയി. പതിനഞ്ച് 30 mm ഡയമീറ്ററിന് പകരം 15 പകുതി എടുത്ത്, പിന്നെ 60. ഇങ്ങനെയാണ് ഇങ്ങനത്തെ പടമായിരുന്നു നിങ്ങൾക്ക് തരേണ്ടിയിരുന്നത്. അതിന് പകരം ഒന്ന് കൂടി വൃത്തിക്ക് തന്നേ ഉള്ളൂ. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഇത് ആദ്യം ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കണം. മനസ്സിലാവണ്ടല്ലോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രോയിങ് ഷീറ്റിൽ നിന്ന് ഇത് ഇവിടെ നിന്ന് ഡോട്ടർ ലൈനാണ് വരയ്ക്കേണ്ടത്. കണ്ട, നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു 360 ആംഗിൾ കിട്ടും അല്ലെ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ആർക്ക് വരച്ച് രണ്ടാമത്തെ ആർക്ക് വരച്ച് ആംഗിൾ ഇവിടെ കാൽക്കുലേഷൻ പ്രകാരം 97 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ലൈൻ എടുത്ത് ഇതണ്ട 97 എവിടെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് പോയിന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് മാറിയല്ല? ഓക്കെ. ഈ സർഫസ് ഡെവലപ്പ് ചെയ്യണ പറയണ്ടല്ലോ. ഈ സിലിണ്ടറിക്കൽ സർഫസ് പറയണത് π × 30 ചെയ്തിട്ട് ഒരു ലെങ്ത് വരച്ചാൽ മതി. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ വരച്ചു നോക്കുക. വരച്ചു നോക്കിയാലേ ഇതിന്റെ കൺഫ്യൂഷൻസും എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത് വെച്ചാൽ എന്നെ വിളിച്ചു ചോദിക്കുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനും ഇപ്പൊ വരയ്ക്കാനായിട്ട് സ്വന്തമായിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ പല ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ഡൗട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വരച്ചു നോക്കാം. വരച്ചു നോക്കാണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല.
അടുത്തത് നമ്മൾ സംസാരിച്ചത് ഓക്സിലറി വ്യൂവിനെ കുറിച്ചാ അല്ലെ? ഓക്സിലറി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ ചരിഞ്ഞ സർഫസിന്റെ വ്യൂ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിനാണ് ഓക്സിലറി വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെ അത് വരയ്ക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇവിടെ ഫ്രണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫ്രണ്ട് ആയിട്ട് എടുക്കുക. ഈ സർഫസ് ഈ ട്രയാങ്കിൾ സർഫസ് ഇത്ര ഫ്രണ്ടിൽ നോക്കിയാൽ കാണുള്ളൂ അല്ലെ? എക്സാക്ട് ഇതിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ സർഫസ്, ഈ ട്രയാങ്കിൾ സർഫസ്, ഈ സർഫസ്, ഇത്രയും സാധനങ്ങൾ ഇതിന്റെ കാണുള്ളൂ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ ആദ്യം നമ്മൾ വരയ്ക്കണം. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ബേസ് 160 അല്ല 160 അല്ല 60. അപ്പൊ കിട്ടിയ ഡയമെൻഷൻസ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ബോട്ടത്തിൽ നിന്നായിരിക്കും തുടങ്ങുക. എല്ലാത്തിനും ഒരു 60 ഉണ്ട് കണ്ട. 60 കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെങ്ത് 54. ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആകെ അറിയാവുന്നത് ഒരു 45 ഡിഗ്രിയിൽ. ഒരു 45 ഡിഗ്രിയിൽ ഒരു ലെങ്ത് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. ഞാൻ ഡ്രോയിങ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ ഒരു 60 വരച്ചു. അത് കഴിയുമ്പോഴത്തേനും ഈ ഡിസ്റ്റൻസ് 54 എഴുതിയിട്ടുണ്ട്. ഈ 54 കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന ഒരു 45 ഡിഗ്രി ഇതുണ്ട്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും അല്ലെ? മാത്തമാറ്റിക്സിൽ രണ്ട് പാരലൽ ലൈനിലെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനിലെ എല്ലാ ആംഗിൾസും അല്ലെ ഒരേ ആംഗിൾസ് ആയിരിക്കില്ലേ? ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു ലൈൻ, ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രി ആണ് അല്ലെ? ഞാൻ അങ്ങനത്തെ ഒരു ലൈൻ വരച്ച് കണ്ടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് അറിയാവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ അറിയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ വരച്ചു നോക്കുമ്പോഴാണ് എനിക്കിത് ഡൗട്ട് വന്നത്. കാരണം ടോപ്പിൽ നിന്ന് 25 mm ഉണ്ട്, ഇവിടെ നിന്ന് 25 mm, പിന്നെ താഴത്ത് നിന്ന് 14 mm. ഈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്രയെന്ന് അറിയില്ല. അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൽ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് അറിയണം. ഇതെല്ലാം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇവിടന്ന് ഇവിടം വരെയുള്ള നീളം നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ഇതിവിടെ 25 തന്നിട്ടുണ്ട്, 14 തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എന്താ ഫ്രണ്ട് വ്യൂ എന്ന് നോക്കുമ്പോഴത്തേനും ഈ പോയിന്റിൽ കൂടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ നേരെ മുകളിലേക്ക് പോകൂലേ? ഇവിടുത്തെ പോയിന്റ് കിട്ടുമല്ല. ഞാനൊന്ന് ഡയമെൻഷൻ ചെയ്യാണ്. കണ്ട 54 mm. ഇവിടെ നിന്ന് 54 mm നീങ്ങിയിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ച ആംഗിളിന്റെ ഇവിടെ പോയി മുട്ടില്ലേ? വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ
ഓക്കെ അല്ലേ? മുട്ടില്ലേ? കണ്ടാ ഈ പോയിന്റ് കിട്ടി. കണ്ടാ ഈ 19 mm എഴുതിയേക്കണ പോയിന്റ് കിട്ടി. ഇനി അവിടെ നിന്ന് 25 mm ആണ്. കണ്ടാ ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 25 നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഞാനൊന്ന് ട്രിം ചെയ്യണാണ്, നിങ്ങൾക്കും മായ്ച്ചിട്ട് വരയ്ക്കാം. ഞാൻ ട്രിം ചെയ്യണാണ്, എന്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ്. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് പിന്നെ 25 mm. അപ്പൊ സൈഡിൽ നിന്നുള്ള ഈ ഹൈറ്റ് കണ്ടത്, ഈ ഹൈറ്റ് 25 mm ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വരയ്ക്കാം. ഒരു ലൈൻ എടുക്കുക. ട്വന്റി ഫൈവിൽ നിന്ന് നമുക്ക് ഇത് ഇത്തിരി ഈ ലൈൻ ഉണ്ട്, ഈ 10 mm ശരിക്കും ഈ 25-ന് പെർപെൻഡിക്കുലർ ആണ്. അതൊരു ഡൗട്ട് തോന്നാം. അപ്പൊ ഞാൻ 10 mm പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഈ ആംഗിൾ, ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അടുത്തത് നമുക്കുള്ള ഡയമെൻഷൻസ് കണ്ടില്ലേ? ഇവിടെ നിന്നൊരു 20 mm ഉണ്ട്. 20 mm വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. പക്ഷെ ഇത് കണ്ടോ, ഇതിനിടയിലുള്ള ഗ്യാപ്പ് 10 mm ആണെന്ന് അറിയാം. അപ്പൊ 60-ൽ നിന്ന് 10 mm പോയി കഴിഞ്ഞാൽ 50 അല്ല ഡിസ്റ്റൻസ് അല്ലേ? 60-ൽ നിന്ന് 10 mm പോയിട്ട് 50 ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ്. ട്വന്റി 50 അല്ലേ? ഈ ഹൈറ്റ് എത്രയാണെന്ന് അറിയോ? ഈ ഹൈറ്റ് എത്രയാണെന്ന് അറിയോ? അപ്പോ ഇതും 10 mm ഇതും 10 mm നമുക്കറിയാം അല്ലേ? കേട്ടോ, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും 10 mm ആണ്. നമുക്ക് ആ ഹൈറ്റ് അറിയേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് വെച്ചാൽ ഡ്രാഫ്റ്റർ ഇത് ഈ ലൈനിന് പാരലായിട്ട് പിടിക്കുക. അതിന് പാരലായിട്ട് പിടിച്ചിട്ട് കണ്ടത് ഈ ലൈൻ ഒരു 10 mm ഇങ്ങോട്ട് നീക്കാതെ ഈ ലൈനും 10 mm നീക്കുക. നമുക്ക് ഡ്രാഫ്റ്റർ വെച്ച് ചെയ്യാവുന്ന കാര്യമാണ്. കണ്ടോ? വാങ്ങിക്കാൻ പറ്റില്ല. ഫ്രണ്ട് വ്യൂ ആയോ? ഫ്രണ്ട് വ്യൂ ആയോ? എവിടെയൊക്കെ മിസ്റ്റേക്ക് പറ്റിയേക്കണം? ഇവിടെ കൂടി ഒരു ലൈൻ പോകുന്നുണ്ട്. കണ്ടോ? ഇവിടെ കൂടി ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ് തന്നേക്കണത്? അതിന്റെ ഹൈറ്റ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇതുണ്ടാ അതെ ഇവിടെ കൂടി ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ഹൈറ്റ് തന്നിട്ടില്ല, പക്ഷെ ഇവിടുന്ന് 14 mm എന്ന് തന്നിട്ടുണ്ട്. കേട്ടോ, ഈ രീതി കൂടി 14 mm. അപ്പൊ നമ്മള് ഡ്രാഫ്റ്റർ എടുക്കുക. പതിനാല് എം എടുക്കുക. പതിനാല് എം എടുക്കുക. ഇതല്ലേ കഴിഞ്ഞില്ലേ? മേളിലൊരു സർക്കിൾ ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. കണ്ട,
18 mm നീങ്ങിയിട്ട് 10 mm വീതിയിൽ 10 mm ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടത്തെ കണ്ടില്ലേ 24x14 ഒരു ഹോൾ എന്നാ പറഞ്ഞേക്കണം. മനസ്സിലായോ? അപ്പൊ 10 mm ഇങ്ങോട്ട് നീങ്ങിയിട്ട് 24 mm നീളവും 14 mm വീതിയുള്ള ഒരു ഹോൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ 10 mm നീങ്ങിയിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ അടുത്തത് ഇവിടെ 10 mm നീളത്തില് ഇവിടെ നിന്ന് 10 mm വരയ്ക്കുക. ഡോട്ടർ ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഞാനിത് ഡാർക്ക് ലൈൻ ആണ് വരക്കണേ കേട്ടോ. അടുത്തത് ഇവിടെ നിന്ന് ഒരു 24 mm ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇത് ഇവിടെ നിന്ന് ഒരു ഡോട്ടർ ലൈൻ വരയ്ക്കുക. അതിന്റെ വീതി നമുക്ക് ടോപ്പ് വ്യൂവിലെ കാണാൻ പറ്റുള്ളൂ. ഇത് ഡോട്ടർ ലൈൻ ആണ് കേട്ടോ വേണ്ടത്. പിന്നെ ദേ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് കണ്ട. ആ സർക്കിൾ വരയ്ക്കാനായിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് സർക്കിളിന്റെ ഡിസ്റ്റൻസ് 13 mm ആണ് പറഞ്ഞേക്കണേ. ഞാനിപ്പോ വരച്ചപ്പോ അതിൽ കൂടുതലായി പോയി. അപ്പൊ ഇവിടെ നിന്ന് 13 mm നീങ്ങിയിട്ട് നമുക്ക് 2 ഡോട്ടർ ലൈൻ വരയ്ക്കാം. ഇവിടെ ഒരു ഡോട്ടർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡോട്ടർ ലൈൻ ആണ്. ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകുന്നുണ്ട്. ഡോട്ടർ ലൈൻ ഇതുവരെ ഡോട്ടർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആയി. ഞാനപ്പോ ഇത് പറയാനല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ആദ്യം നമ്മൾ ഇവിടെ നിന്ന് 60 mm എടുത്ത് പിന്നെ 54 mm വരച്ച് എന്നിട്ട് ഒരു 45 ഡിഗ്രിയുടെ ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് വെച്ചാൽ ഈ ഭാഗത്ത് നിന്നുള്ള ഒരു ലൈൻ സ്ട്രെയിറ്റ് വരച്ചു കണ്ട. ആ സ്ട്രെയിറ്റ് വരച്ചു കഴിഞ്ഞപ്പോ ഇവിടത്തെ പോയിന്റ് കിട്ടി. പിന്നെ അവിടെ നിന്നാണ് 25 mm വരച്ചത്. നിങ്ങൾ പലരും ഇത് വരച്ചു നോക്കിയിട്ടുണ്ടാവില്ല. വരച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്നാണ് അല്ലേ? ആരെങ്കിലും വരച്ചു നോക്കിയായിരുന്നു? വരച്ചു നോക്കിയായിരുന്നു? എന്തേലും പറയണ ആരെങ്കിലും ഒക്കെ. പ്രിൻസ് നീ വരച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾ പ്രിൻസ് വർഗീസ് വരച്ചു നോക്കിയിട്ടുണ്ടോ ഇത്? ഇല്ല. ഒന്നിനും സമയമില്ലല്ലോ. ഈ പറഞ്ഞത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഫ്രണ്ട് വ്യൂ വരച്ച് ഇനി ഫ്രണ്ട് വ്യൂവിൽ നിന്നാണ് നമ്മൾ ഓക്സിലറി വ്യൂ വരയ്ക്കാൻ പോണത്. ഓക്സിലറി വ്യൂ ഇവിടെ മറഞ്ഞു കിടക്കാണ് കണ്ട. ഈ ഭാഗത്തായിട്ട് ഓക്സിലറി വ്യൂ കാണാനുള്ള വസ്തു അവിടെ കിടപ്പുണ്ട്. അത് ഇനി എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതേ കണ്ട ഇത് അയ്യോ കണ്ട. ഞാൻ ഈ ചരിഞ്ഞ സർഫസിന് പാരലായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. അതെങ്ങനെ വരക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഡ്രാഫ്റ്റർ സെറ്റ് ചെയ്തിട്ട് ആ ഡ്രാഫ്റ്റർ നീക്കി വരച്ചാൽ മതി. അടുത്തത് ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25ഉം നമുക്ക് ഈ വീതി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ട് എങ്ങനെ 19 19 12 അപ്പൊ എത്ര കിട്ടും? 36 10 46 48 കിട്ടിയില്ലേ അല്ലേ? ഈ വീതി 48 അല്ലേ? അമ്പാണോ? 18 38 28
28 50 ശരിയാ 50. ഓക്കെ 38 36 കിട്ടി. അപ്പൊ 50 കിട്ടി. അപ്പൊ 50 എടുക്കുക. ഇവിടെ നിന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് 50 mm വരയ്ക്കുക. ഇങ്ങോട്ടേക്കും അടുത്തത് ഇവിടെ നിന്ന് 25 10 9 ആണ് അല്ലെ. അപ്പൊ നമ്മള് കണ്ടോ ഒരു 25 mm നീളത്തിൽ ഞാൻ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 25 ആണ്. അതേപോലെ താഴത്തുള്ള ഡിസ്റ്റൻസ് കണ്ട 14 mm തന്നേക്കണേ അല്ലെ 14. അപ്പൊ നമുക്ക് അതും അതുപോലെ തന്നെ വരയ്ക്കാം. അത് വരയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചില്ല, സോറി. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ 50 തന്നെ വരയ്ക്കാണ്. തൽക്കാലം 50 വരച്ചിടാണ്. വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം, കുഴപ്പമില്ല. ഈ ബോക്സിനകത്തായിരിക്കും ലൈൻ വരിക. അപ്പൊ ഇവിടെ നിന്ന് ഇനി നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് പതിനാല് mm ആണ്. കണ്ട 14 mm നമ്മൾ വരച്ച് ഇതിന്റെ സെന്റർ ലൈനും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. സെന്ററിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ട് കണ്ടല്ലോ. അടുത്തത് കണ്ട ഇതിന്റെ വീതി 12 mm ആണ്. 12 mm ഇപ്പൊ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് കാറ്റത്ത് വെച്ച് നോക്കി 6 mm. അപ്പൊ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6, ഇങ്ങോട്ടേക്ക് 6 അല്ലെ. ഇനി അടിയിലത്തെ ഇതിന്റെ വീതിക്ക് ഒരു ചെറിയ വ്യത്യാസം അവർ പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? 30 mm ഉള്ളു. നമ്മളിവിടെ 50 mm പറഞ്ഞത് ഇവിടെ 30 mm ഉള്ളു, കണ്ടല്ലോ. ഇപ്പൊ 30 mm എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് 15. ശരിയായില്ലേ? ഓക്സിലറി വ്യൂ ആയില്ലേ? ഈ സർഫസിന് നമ്മൾ ചരിഞ്ഞു കിടന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിളും കൂടി വരും. ഈ സർക്കിൾ വരയ്ക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട. ഇവിടെ നിന്ന് ഒരു ലൈൻ കണ്ട, ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് അങ്ങോട്ട് വരച്ചാൽ മതി. പാരലല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞ ലൈൻ ഇവിടെ നിന്ന് സെന്ററിൽ കൂടി പോണ്ടാവും. ആ സെന്റർ നോക്കിയിട്ട് ഒരു സർക്കിൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചാൽ മതി. കണ്ടോ?
അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാരും ആന്ന് പറയും. ഇത് ഞാൻ വരയ്ക്കണില്ല, ഇത് സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? വിചാരിക്കാലോ. ഇതും വരയ്ക്കണോ? ഇതും വരയ്ക്കണോ? ഇത് വരയ്ക്കണോ? ഇത് വരച്ചു കഴിഞ്ഞാൽ എനിക്കും കുറെ സമയം പോകും. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് വരച്ച് കാണിക്കേണ്ട തന്നെയാണ്. ഞാൻ പണ്ട് കാണിച്ചാണ് നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടുള്ളത്. ഇതെന്തായാലും ഞാൻ ചോദിക്കണില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കാം. അടുത്തത് നമ്മളുടെ ഒബ്ലിക്യൂ പ്രൊജക്ഷൻ. ഇത് കണ്ട, ഒബ്ലിക്യൂ പ്രൊജക്ഷനിൽ നമുക്ക് രണ്ട് വ്യൂ ആയിരിക്കും തന്നേക്കാം. ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. കണ്ട, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. അപ്പൊ നമുക്ക് രണ്ട് വ്യൂ തന്നിട്ടുണ്ടാവും ഒബ്ലിക്യൂ പ്രൊജക്ഷനിൽ. അപ്പൊ നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ അങ്ങോട്ട് വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ വരയ്ക്കാം. ഞാൻ ഇത് വരയ്ക്കട്ടെ. ഇത് ഐസോമെട്രിക് വ്യൂവിന്റെ വേറൊരു പതിപ്പാണ് ഓക്സിലറി വ്യൂ. ഓക്സിലറി വ്യൂ വരയ്ക്കുമ്പോഴത്തേനും, ഓക്സിലറി വ്യൂ അല്ല, ഒബ്ലിക്യൂ പ്രൊജക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. ഓക്സിലറി വ്യൂ അതിന്റെ വായിന്ന് വന്നത്. അപ്പൊ ഓക്സിലറി വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് ഒരു ലൈൻ വരച്ചിടുക. ഇനി ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇതിന്റെ ഇതില് നമ്മള് ഐസോമെട്രിക്കിൽ 35 ഉപയോഗിക്കണം. ഇതില് നമ്മള് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. പറഞ്ഞു വർക്കാനുള്ള. ഇപ്പൊ 45 നമ്മളൊരു ലൈൻ വരച്ചിടും. വർക്കില്ല, ഒരു ലൈൻ വരച്ചിടും. കണ്ടാ? ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഏത് വ്യൂ ആണെങ്കിലും ഫ്രണ്ട് വ്യൂ എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഇതുണ്ട്, ഈ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ വരച്ചിടാലോ ഫ്രണ്ടില്. ഓക്സിലറി വ്യൂ എന്നും പറഞ്ഞിട്ട്, അല്ല ഓക്സിലറി എന്നല്ല, ഒബ്ലിക് വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്താണെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ വരച്ചിടാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കാം.
ആ അപ്പൊ നമുക്ക് ഈ ഡ്രോയിങ് ഒന്ന് അനലൈസ് ചെയ്യാം. അതുണ്ടല്ലേ റേഡിയസ്, ഇതിന്റെ റേഡിയസ് 25. ഇത് മാറിപ്പോയിട്ട് വരച്ചേക്കണം കണ്ടില്ലേ. ഈ ഡയമീറ്റർ 22 ആണ്. ഇവിടെ റേഡിയസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? റേഡിയസ് ഇത് ഡയമീറ്റർ 22, ഇത് റേഡിയസ് ആണ് 20. കണ്ടാ ഈ പടത്തിൽ ഇത് നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ തന്നെ വരുവുള്ളായിരിക്കും. കണ്ടാ റേഡിയസ് 22 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ 22. അപ്പൊ ഇവിടെ നിന്ന് റേഡിയസ് 20, ഡയമീറ്റർ 20 അങ്ങോട്ടും കൂടി മാറിപ്പോയേക്കണേ. ഈ ഡയമീറ്റർ 20യും ഈ റേഡിയസ് 22 ആണ്. കണ്ടാ ഈ ഡ്രോയിങ്ങിൽ ഇതുണ്ട്. ഇതിങ്ങനെ നീട്ടിയിട്ട് ഇവിടെ റേഡിയസ് 22 എന്ന് എഴുതിയേക്കണത്. അത് മാറിപ്പോയതാണ്. അവിടെ 20 വരുള്ളൂ. ഡയമീറ്റർ 20 ആണിത്. ഈ ഡയമീറ്റർ 20യും നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് എടുത്താൽ മതി. നമുക്ക് ഇവിടെ ഡൗട്ട് തോന്നി. ഇപ്പൊ ഞാനിത് ഈ ഡയമീറ്റർ 20യും ഇവിടെ ഒരു റേഡിയസ് 22 എടുക്കാണ്. അപ്പൊ റേഡിയസ് 22 ഉണ്ടെന്നെങ്കിൽ കണ്ട ഇവിടെ നിന്നുള്ള ഈ സെന്ററിലേക്കുള്ള ഹൈറ്റ് 22 ആയിരിക്കും. കണ്ട അപ്പൊ നമ്മൾ ആദ്യം സെന്റർ ലൊക്കേറ്റ് ചെയ്യാണ്. അപ്പൊ സെന്റർ ലൊക്കേറ്റ് ചെയ്യുമ്പോ ഈ ഇവിടെ നിന്നുള്ള സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ 45. അപ്പൊ നമുക്ക് ആദ്യം സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. വെറുതെ ഞാനിവിടെ ഒരു 45ന്റെ ലൈൻ വരച്ചാൽ തൽക്കാലം ആദ്യം തന്നെ വരയ്ക്കണ്ട. 45 ലൈനാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഇവിടെ നിന്ന് മുകളിലേക്ക് കണ്ട അവിടെ ഒരു സർക്കിള് എത്ര വരിക? 20യുടെ ഒരു സർക്കിളും പിന്നെ നമുക്ക് അടുത്ത വരിക റേഡിയസ് 22ന്റെ അല്ലെ. കേട്ടോ ഇത്രയും വരയ്ക്കാലോ. അടുത്തത് ഇതുണ്ടല്ലേ ഈ സർക്കിളിന്റെ ഈ സൈഡിൽ നിന്ന് 26 mm 35. 26 35. അടുത്തത് ഒരു 6 mm ഹൈറ്റും ഇങ്ങോട്ടേക്ക് എത്രയാ? ഇവിടേക്ക് എത്രയും തന്നിട്ടില്ല. തന്നിട്ടുണ്ടാവും. നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോ കണ്ട ഇവിടെ നിന്ന് ടോട്ടൽ 40 ആണ്. കണ്ട അപ്പൊ ഈ അറ്റത്ത് നിന്ന് ഇത്രയും വരെ 40 ആണ് ഈ ഡിസ്റ്റൻസ്. കണ്ട ഈ ഡിസ്റ്റൻസ് നമുക്ക് ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേനും കണ്ട ഇവിടെ 40 മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 40 ആണ്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഒരു 6 mm നീക്കിയിട്ട് 40 ഉണ്ടാ 40 വരച്ച് ഹൈറ്റ് 14. 14 കഴിഞ്ഞ് നമുക്ക് ഈ സർക്കിളിൽ കൊണ്ടുവന്ന് മുട്ടിക്കാം. ഉണ്ടാ പറഞ്ഞോ 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 ആരുടെ പറഞ്ഞ് സംസാരിച്ചാരാ? സംസാരിച്ച ആരാണ്? വരച്ച ശരിയാണോ? വരച്ച ശരിയാണോ? ആ ഉറപ്പാണല്ലേ. അപ്പൊ നമ്മൾ വരച്ച ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തെറ്റ് ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഇതുണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിന്നാണ് 40 mm എടുത്തത്. അവിടെ നിന്നല്ല 40 mm പറഞ്ഞേക്കണം. കണ്ട ഈ സെന്ററിൽ നിന്നാണ് 40 mm പറഞ്ഞേക്കണം. കണ്ട ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ആണ് 40 mm. കണ്ടാ ഞാൻ ഈ അറ്റത്ത് നിന്ന് എടുത്ത്
ഇവിടെ നോക്കിയാൽ അറിയാം ഇതുണ്ട്, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വരച്ചേക്കണേൽ കണ്ട അതൊരു കർവിച്ച് വന്നു പോയി. അപ്പൊ ഇവിടെന്ന് 40 mm എടുത്തിട്ട് ഇതണ്ട താഴേക്ക് വരച്ചിട്ട് ഈ സർക്കിളിൽ മുട്ടിക്കണമായിരുന്നു. ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ വരച്ചില്ലേ? ഈ ടോപ്പ് വ്യൂന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ ഫ്രണ്ട് വ്യൂവിന്റെ ബാക്കിൽ ഈ ടോപ്പ് വ്യൂവിന്റെ ഇത്ര ആ ഒരു 1000 രൂപയുടെ അടുത്തുണ്ടാവും നല്ലത്. ഞാൻ അയച്ചു തന്ന ബ്രാൻഡ് ഉണ്ടോ? എടാ ഈ പടങ്ങളൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് തരാം. കണ്ട ഇതൊക്കെ അതുതന്നെ ഫ്രണ്ട് വ്യൂവിന്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു ടോപ്പ് വ്യൂ കിടപ്പുണ്ട്. കണ്ട ഇത്രയും നീളത്തില് കണ്ടോ? ഇതൊക്കെ അത് തന്നെ സൈഡ് വ്യൂ. അതിനർത്ഥം ഒന്ന് എന്താ, ബാക്കിലേക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ബാക്കിൽ ഇത്രയും ഭാഗം ഇത്രയും നീളത്തിൽ 50 mm നീളത്തിൽ ഒരു ഒബ്ജക്റ്റ് കിടപ്പുണ്ട് അല്ലെ? ഇതിന്റെ ബാക്കിലേക്കും കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ വരച്ച ഫ്രണ്ട് വ്യൂവില് ഇതണ്ട ഇതിന്റെ ബാക്കിലേക്ക് 50 mm നീളത്തില് 50 അല്ല 40 mm നീളത്തില് ഇതിന്റെ എല്ലാ ഐറ്റംസും ബാക്കിലേക്ക് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് വരയ്ക്കാനുള്ള ഒരു ആംഗിൾ ആണ് ഞാൻ പറഞ്ഞ എത്ര 45 ഡിഗ്രി. അപ്പൊ അത് ആദ്യമേ ഞാൻ വരച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ലൊക്കേഷൻ മാറിപ്പോയി. അതുകൊണ്ടാണ്. അപ്പൊ 45 ഡിഗ്രിയില് ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും 45 ഡിഗ്രിയിൽ എത്രയാ 50 mm അല്ലേ? 40 mm. 40 mm ഒരു ലൈൻ വരച്ച് അത് ഇവിടെ വരും. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ വരും. ഈ പോയിന്റിൽ വരും. പിന്നെ എവിടെ വരും? ഈ സർഫസിൽ നിന്നും വരും. കണ്ടോ? ഇല്ലേ? ഇല്ലേ? വരില്ലേ?
അടുത്തതെന്ന് വെച്ചാൽ ഈ സർക്കിൾ ഭാഗവും ഇതിന്റെ ബാക്കിൽ വരില്ലേ, ഇത്രയും 40 mm നീളത്തിൽ ഇതിന്റെ സർക്കിളും വരില്ലേ വരില്ലേ? ഇപ്പൊ 40 mm ഞാൻ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് 40 mm അല്ല സോറി അടാ, ഇതിന്റെ ഇവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൽ ഒരെണ്ണം കൂടി വരക്കണമായിരുന്നു. സോറി, ഞാൻ ഒരെണ്ണൂടി എടുക്കാണ്. ഇതണ്ട, ഈ ഇവിടെ നിന്ന് 40 mm നീളത്തില് ഇവിടെ ഒരു സർക്കിളും കൂടി വരും. കണ്ട, ഈ സർക്കിൾ ഇവിടെയും കൂടി വരും അല്ലെ? അത് ഡോട്ടർ ലൈൻ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ? ഇത് ഡോട്ടർ ലൈൻ ആയിരിക്കില്ലേ? ഇതും ഡോട്ടർ ലൈൻ ആയിരിക്കും. ഈ വരയ്ക്കുന്ന ഡോട്ടർ ലൈൻ ആയിരിക്കും അല്ലെ? ഇങ്ങനെയല്ലേ വരിക അല്ലേ? ഈ സർക്കിൾ ഒരെണ്ണം കൂടി അപ്പുറത്ത് വരും. ഇതൊക്കെ ഡോട്ടർ സർക്കിളുകളാണ് കേട്ടോ. ഉണ്ടോ? അല്ല, ഈ ഇതിന്റെ സർഫസിന്റെ ഉള്ളിൽ കൂടി കാണുന്ന സാധനങ്ങളൊക്കെ ഡോട്ടഡ് ആയിരിക്കില്ലേ അല്ലേ? അടുത്തത് വരയ്ക്കണോ? അടുത്തത് വരയ്ക്കണോ? അടുത്തത് വരയ്ക്കണം. ഇത് വരയ്ക്കണോ? ആവശ്യതയാ? അപ്പൊ നാളെ പടം ഇത് തന്നു കഴിഞ്ഞാൽ വരച്ചോളൂ. അഭിലാഷ് ഉർമീസ് നോക്കാം. പ്രിൻസ് ആകെ ചോദിച്ച എല്ലാം പറയണ. പ്രിൻസേ നിങ്ങൾ വരച്ചു നോക്കുക. അപ്പൊ എനിക്ക് അതിന് മനസ്സിലാവും എന്തുമാത്രം ഉണ്ട്. നിങ്ങളുടെ പരമാവധി ഞാൻ പറയണത് വെച്ചാൽ നിങ്ങൾ ഇത്തിരി പ്രൊഫഷണൽ ആയിട്ട് പെരുമാറാട്ടോ. നിങ്ങൾ കോപ്പി അടിക്കണം. നിങ്ങൾ അറിയില്ലെങ്കിൽ പിന്നെ പറയാം. അങ്ങനെ 2-3 പ്രാവശ്യം വരച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വരും, അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ആയിട്ട്. വെറുതെ അവളുടെ നോക്കിയിരുന്ന് വരച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് അത്ര സുഖമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല തോന്നിയേക്കണം. അപ്പൊ നാളെ 3 മണിക്ക് ഇതിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നിങ്ങൾ വരയ്ക്കുക. പിന്നത്തെ ആഴ്ച ഒരു പരീക്ഷ കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം.